രണ്ട് കുഞ്ഞ് മാളികപ്പുറങ്ങളുമായി ശബരിമലയിലേക്ക് പോകാനൊരുങ്ങുന്ന അയ്യപ്പ ഭക്തന്മാരും അവരുടെ കുടുംബവും നടത്തുന്ന ഒരു കഞ്ഞിസദ്യയാണ് ഇന്ന് മുനിപ്പാറയിൽ. ഋഷിപ്രോക്തമായ ഒരു കാവ്യബിംബമാണ് മുനിപ്പാറ. അതിൽ അനാവരണമാകുന്ന ഒരു തപോഭൂമി. അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കാവ്യം മഹാഭാരതവും ഋഷി വേദവ്യാസനുമാണ്. പിന്നെ നമ്മൾ പോകുന്നിടം മഹാഭാരതത്തിൻ്റെ ഹൃദയത്തിലേക്കെന്ന് വേണമെങ്കിൽ പറയാം. ഭാരതകഥയിലെ പരമാചാര്യനായ ദ്രോണരുടെ പ്രിയപുത്രൻ, കൃപിയുടെ അരുമയായ അശ്വത്ഥാമ തപസ്സിരിക്കുന്ന മുനിപ്പാറയിലേക്ക്. കലിയുഗ അവസാനം സപ്തർഷികളോടൊപ്പം ചേരുന്ന അശ്വത്ഥാമ മോക്ഷപ്രാപ്തിക്ക് ആശ്രയിക്കുന്ന ഒരു തപസ്ഥലി. കഥ പറയുന്നവർ അശ്വത്ഥാമാവ്, അശ്വത്ഥാത്മാവ് എന്നൊക്കെ പറയാറുണ്ട്. അശ്വത്ഥാമ മാവരമതി, അതായത് കുതിരയുടെ ശക്തിയുള്ളവൻ, ദ്രോണപുത്രൻ. തിരുവനന്തപുരത്തിനടുത്ത് തിരുവല്ലത്ത് പൂങ്കുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കുന്നുംപാറ ക്ഷേത്രം ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അതിന് കുറേ മുകളിലായാണ് ഈ തപോഭൂമി മുനിപ്പാറ. വേദനിക്കുന്ന മനസ്സ്, നീറുന്ന ഓർമ്മകൾ, വ്രണിത സ്വപ്നങ്ങൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, നഷ്ടമാകുന്ന പിതൃസ്വപ്നങ്ങൾ, അങ്ങനെ നീളുന്നു അശ്വത്ഥാമയുടെ മനുഷ്യരിലെ സാന്നിധ്യം. ആ യാതനകൾക്ക് സ്വാസ്ഥ്യം അന്വേഷിക്കുന്നവർ ഇവിടെ വന്ന് ധ്യാനിക്കണം. ഇവിടുത്തെ ധ്യാനം ഒരു മരുന്നാണ്. ഇവിടെ ജപം ചെയ്താൽ വല്ലാത്ത ശാന്തി അനുഭവിക്കുമെന്ന് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രോ, അവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? അമ്പലമുണ്ടോ? ഓ, അത് ശരി. നിങ്ങൾ അമ്പലത്തിൽ പോവാണോ? പോയതാ? നമ്മളെ വെള്ളിയാഴ്ച മലയ്ക്ക് പോകുന്നു. അങ്ങനെ കഞ്ഞി വീത്തതിൻ്റെ അവിടെ വെച്ച്. ഓ, അത് ശരി. ഞാൻ വരാം, നിങ്ങൾ നോട്ട് പോയാൽ മതി. പേടിക്കൊന്നും വേണ്ട, പുതിയൊന്നുമില്ല. ഞാൻ ലൊക്കേഷൻ അയച്ചോട്ടെ, അങ്ങോട്ട് റേഞ്ച് കാണാം. ചേച്ചി അങ്ങോട്ട് പോവാണോ? പേടിയല്ലേ? അല്ല, കാല് സുഖമില്ലാത്തത്, അതുകൊണ്ട്. ഓ, ഓക്കെ ഓക്കെ, ശരി. ഇത് അശ്വത്ഥാമ നടന്നു പോകുന്ന വഴിയാവണം. പൗർണമി നാളിലെ രണ്ടാം യാമത്തിൽ പാറമുകളിൽ നിഴൽ പോലെ അശ്വത്ഥാമയെ കണ്ടുവെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ആ ഭാഗത്താകെ ഒരു പ്രത്യേക മണം വരുമ്പോൾ ചിലർ പറയും അശ്വത്ഥാമയുടെ സാന്നിധ്യമാണ് ഇത് എന്ന്. ഞാനറിയുന്ന അശ്വത്ഥാമ ജനമനസ്സുകളിൽ വേദനിക്കുന്ന ബിംബമാണ്. കലിയുഗത്തിൽ വേദനിക്കാത്ത മനസ്സ് ആരുടേതാണ്? അങ്ങനെ വേദനിക്കുന്നുവെങ്കിൽ അത് അശ്വത്ഥാമയുടെ ശാപസാന്നിധ്യമായി കണക്കാക്കാം. അതിൻ്റെ വ്രണിതവേദനയിൽ നിന്ന് മോചനം നേടാൻ ഈ സ്ഥലത്തേക്ക് വരാം. ഈ സ്ഥലം കൊണ്ട് വളരെ ശാന്തമായ ഒരു പ്രകൃതിയാണ്. ഇവിടെ അമ്പലങ്ങൾ പണിയാൻ പാടില്ല എന്നതാണ് സത്യം. ഒരിക്കൽ അമ്പലം പണിക്കു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. കഞ്ഞിസദ്യ ഉണ്ടോ? കഞ്ഞിസദ്യ ശബരിമലയ്ക്ക് പോകുന്ന? മഹാഭാരതത്തിൻ്റെ കുരുക്ഷേത്ര യുദ്ധഭൂമി എന്ന് പറയുന്നത് മുൻപത്തെ ഭാരത രാജ്യത്തിലെ, ഇന്ന് നമ്മൾ ഉത്തരേന്ത്യ എന്ന് കൽപ്പിക്കുന്ന ഒരു പ്രദേശത്താണെങ്കിൽ കൂടി തപസ്ഥലികളെല്ലാം ഉള്ളത് സൗത്ത് ഇന്ത്യയിലാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ള അവശേഷിപ്പുകളുമുണ്ട്. ഉദാഹരണത്തിന് ഈ കാണുന്ന പാദങ്ങൾ ഭീമസേനൻ്റെ ചവിട്ടുകൊണ്ട് താണ പാറയിൽ പിന്നീട് തീർത്ഥജലങ്ങൾ തങ്ങി നിൽക്കുന്ന
ഒരു കിണറുണ്ടായത്രേ. അതിന് ഭീമൻ കിണർ എന്നവർ പേരിട്ടു. ഈ കാണുന്ന തിടപ്പള്ളി ഒരു ചെറിയ മാടമാണ്. കാരണം ഇവിടെ നിർമ്മിതികൾ പാടില്ല. ഇഷ്ടിക കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ സിമൻറ്റ് കൊണ്ടോ ഒന്നും അങ്ങനെ നിർമ്മിതികൾ പാടില്ലാത്തൊരു സ്ഥലമാകയാലാണ് ഒരു കൂടാരം പോലെ അത് കെട്ടിയിരിക്കുന്നത്. ഇവിടെയുള്ള പ്രതിഷ്ഠകൾ എന്ന് സാധാരണ യൂട്യൂബിലും മറ്റും കാണാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂപ്രദേശത്തിന് ഒരു പ്രതിഷ്ഠ പാടില്ല എന്നാണത്രേ വിധി. അങ്ങനെ അമ്പലവും പ്രതിഷ്ഠയും ഒക്കെ വച്ചിട്ട് നിർമ്മിതികളോടുകൂടിയ വലിയ ഒരു ക്ഷേത്ര സംവിധാനത്തിലേക്ക് ഈ ഭൂപ്രകൃതിയെ കൊണ്ടുപോകരുത് എന്നാണ് നിയതി. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിന് പ്രതിഷ്ഠയുള്ള ഒരമ്പലം എന്ന് ഇവിടത്തെക്കുറിച്ച് പലരും പറയുമ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് ഞാനും ചോദിക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠ അവിടെ ഇല്ല എന്ന് തന്നെയാണ് അവിടുത്തെ പരികർമ്മിയായി ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്വാമി എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ കാണുന്നതൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ, ആരാധിക്കുന്നവർക്ക് അവരുടെ ആരാധനയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഉപാസനയുടെ ശക്തി കൊണ്ട് ദേവബിംബത്തെ മനസ്സിൽ ധ്യാനിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മനസ്സിൽ കാണാൻ വേണ്ടി മുൻപിൽ വയ്ക്കുന്ന ചില സങ്കല്പങ്ങളെ മാത്രമാണ് ഇവിടെ വച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും മുഖ്യം പാറയും ഈ പാറയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും കുടപിടിച്ചതുപോലെ നിൽക്കുന്ന ഒരാൽമരവുമാണ്. ഇവിടെ നാട്ടുവിളക്കുകൾ, മണികൾ, പിന്നെ ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ. ഈ കാണുന്നതാണ് അശ്വത്ഥാമ സങ്കല്പം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അശ്വത്ഥാമ ജനകോടികളിലൂടെ നമ്മളിലൂടെ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന സിംബോളിക്കായ ദുരിതപർവമാണ്, കർമ്മദോഷമാണ്. അതിന് കലിയുഗത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുഗത്തിൽ ജനിക്കുന്നവർക്ക് ഭക്തിയും ആരാധനയും കൊണ്ട് മോക്ഷം കിട്ടുക എളുപ്പമാണ്. അപ്പോൾ അശ്വത്ഥാമയ്ക്ക് ആയിരിക്കും അതിലെ നമ്പർ 1 മോക്ഷം. കാരണം കർമ്മദോഷങ്ങളെല്ലാം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരവസ്ഥയെ മോക്ഷം എന്ന് നമുക്ക് പറയാം. അതിൻ്റെ കഥാസൂചകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ആരാണ് അശ്വത്ഥാമ എന്ന് ചോദിച്ചാൽ, ദ്രോണാചാര്യർക്ക് കൃപയിലുണ്ടാകുന്ന പുത്രനാണ് അശ്വത്ഥാമ. ചെമ്പകത്തിൻ്റെയും ഇലഞ്ഞിപ്പൂവിൻ്റെയും മണം വരുന്ന കേട്ടോ. ഇവിടെ താഴെ നിറയെ പൂക്കളും കിടപ്പുണ്ട്, ഇലഞ്ഞിപ്പൂക്കൾ. ഇവിടുത്തെ നാട്ടുവർത്തമാനങ്ങളിലൊക്കെയും മാത്രമല്ല മറ്റ് യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞു പോയതുമായിട്ടുള്ള കുറേയധികം കഥകളുണ്ട്. ഉദാഹരണത്തിന്, അശ്വത്ഥാമയെ പൗർണമി ദിവസം അർദ്ധരാത്രി 2-ാം യാമത്തിൽ കണ്ടവരുണ്ട്, നിഴൽ പോലെ കണ്ടവരുണ്ട്, ധ്യാനിച്ചിരിക്കുന്നത് പാറപ്പുറത്ത് ധ്യാനിച്ചിരിക്കുന്നത് കണ്ടവരുണ്ട്. അതുപോലെ ഏതോ ഒരു കുട്ടി, 14 വയസ്സുള്ള കുട്ടി, അവിടെയുള്ള ഇലഞ്ഞിപ്പൂ മാലകൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ചാർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു മധ്യവയസ്കനായ സന്യാസിയുടെ ദേഹത്തേക്കാണ് അത് വീണതെന്നും തേജോരൂപിയായ ആ സന്യാസിയെ അശ്വത്ഥാമ എന്നാണ് തിരിച്ചറിഞ്ഞതെന്നും ഒക്കെയുള്ള കഥകൾ ഉണ്ട്. കഥകൾ എന്തുതന്നെയായാലും അതിൻ്റെ സാന്നിധ്യം ഈ കലിയുഗത്തിൽ എവിടെയുമുണ്ട്, അശ്വത്ഥാമയുടെ സാന്നിധ്യം. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. വ്രണിതമായ മനസ്സ്, പീഡിതമായ ശരീരം, അത് എവിടെയുണ്ടോ, ആ അവസ്ഥ എവിടെയുണ്ടോ, അത് അശ്വത്ഥാമയുടെ സാന്നിധ്യം തന്നെയാണ്. അതിനെയാണ് കർമ്മഗതിയിലെ ദോഷമെന്ന് ഞാൻ പറഞ്ഞത്. ആ കർമ്മഗതിയിലെ ദോഷത്തെ പരിഹരിക്കാൻ, മാറ്റാൻ ആണ് ഇവിടെ ഈ തപസ്ഥലി ഉള്ളത്. ഈ കാണുന്ന ഗുഹ, അഗസ്ത്യമുനി തപസ്സിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇന്ന് ധാരാളം പേർ വന്നു പോകുന്നുണ്ട്. ആ ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളെയൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. പക്ഷേ അതിന് അനുമതിയില്ല. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറെടുത്ത ഒരു വ്യക്തി ഈ അമ്പലത്തിൻ്റെ തന്നെ പണി കഴിപ്പിക്കലിനും
പ്രതിഷ്ഠയ്ക്കുമൊക്കെ തുനിഞ്ഞിറങ്ങിയ ഒരാൾ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പ്രകൃതി അനുഗ്രഹിച്ചു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, അതായത് കടലും കായലും ഒരുമിച്ച് കാണാൻ പറ്റുന്നതും ഔന്നത്യമുള്ളതുമായിട്ടുള്ള ഒരു പാറ, അതാണിതിൻ്റെ ശ്രേഷ്ഠത. അവിടെ വന്ന് തപസ് ചെയ്താലാണ് മോക്ഷം കിട്ടുക എന്ന അശ്വത്ഥാമയോട് കൃഷ്ണൻ തന്നെയാണ് ശപിച്ചതും. കൃഷ്ണനാണ്. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ കണ്ടെത്തിയൊരു സ്ഥലമാണിത്. അതുകൊണ്ട് വേദനിക്കുന്ന മനസ്സുള്ളവർക്ക് ഇത് ശരണാലയമാണ്. ഞാനും ഇവിടെ വന്ന് എൻ്റെ ഉപാസനാ മന്ത്രം ഉരുവിട്ട് ധ്യാനനിമഗ്നനായി കുറച്ചു നേരം ഇരുന്നു. അതിൻ്റെ ശാന്തിയും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കഥാഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മഹാഭാരതത്തിൽ അശ്വത്ഥാമയുടെ സ്ഥാനം എവിടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഏറ്റവും പ്രബലമായ ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമയുടേത്. ദ്രോണാചാര്യരുടെ പുത്രനാണെന്ന് നമ്മൾ പറഞ്ഞു. ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നും അന്നും അതെ വിദ്യയും ധനവും ഒരിടത്ത് ഒരുപോലെ നിൽക്കുന്നത് ദുർലഭമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അധികം ദാരിദ്ര്യത്തെ മാത്രം കണ്ട് വളർന്ന അശ്വത്ഥാമയ്ക്ക് കുട്ടിക്കാലത്ത് പാല് കുടിക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ പാലെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ കലക്കി കൊടുത്തത് അരിമാവായിരുന്നു. അരിമാവ് കലക്കി കുടിച്ച അശ്വത്ഥാമ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടന്നു. അങ്ങനെ ജനിച്ച നാൾ മുതൽ ചതിയുടെ പാഠങ്ങൾ തങ്ങളിലേക്ക് എത്തിയ ഒരു ബാല്യം. അത് കഴിഞ്ഞ് വളർന്നു വലുതായി മഹാഭാരത യുദ്ധം തുടങ്ങി. അപ്പോൾ പോലും വലിയൊരു ചതി നടന്നു. അതായത് അശ്വത്ഥാമ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകനാണ് കൊല്ലപ്പെട്ടതെന്ന് ഓർത്ത് ദ്രോണാചാര്യർ കുഴഞ്ഞു വീഴുന്നു. ആ സമയത്താണ് ദ്രോണാചാര്യരെ വധിക്കുന്നത് ചതിയിലൂടെ. അങ്ങനെയാണെങ്കിൽ ആ ചതി എവിടെയുമുണ്ടെങ്കിൽ എനിക്കും പ്രതികാരത്തിന് ഈ ചതി തന്നെയാണ് മാർഗമെന്ന് തീരുമാനിച്ച ആ യുവാവ് 18-ാം ദിവസം മഹാഭാരത യുദ്ധം അവസാനിച്ചുവെന്ന് പാണ്ഡവർ പ്രഖ്യാപിച്ചു. കൗരവ സാമ്രാജ്യത്തിലെ നിധിശേഖരങ്ങൾ മുഴുവൻ എടുത്തു. യുദ്ധത്തിനിടയിൽ അശ്വത്ഥാമയ്ക്ക് ചൂടാമണി രത്നം നഷ്ടപ്പെടുന്നു. ചൂടാമണി എന്ന് പറഞ്ഞാൽ നെറ്റിയിലുണ്ടായിരുന്ന ഒരു രത്നമാണ്. അതാണ് അശ്വത്ഥാമയുടെ പ്രധാനപ്പെട്ട മുറിവും വ്രണവും. അതിനെ കവർന്നെടുത്തത് ശിഖണ്ഡിയാണെന്ന് പറയുന്നു കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ നെറ്റി പൊട്ടിയൊലിക്കാൻ തുടങ്ങി. മാരകമായ വേദന. ദുര്യോധനൻ പിടഞ്ഞു വീണ് കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. ദുര്യോധനയും ചതിച്ചാണ് വീഴ്ത്തിയത് തുടയ്ക്കടിച്ച്. അതാണ് കുഴപ്പം. ആള് ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സങ്കല്പം സങ്കല്പമാണെങ്കിൽ ആൾ ഇവിടെ തന്നെ ഉണ്ട്. അതെ അതെ. ചിരഞ്ജീവിയാകുമ്പോഴും മരണമില്ല. അപ്പോൾ അതിൻ്റെ ഇവർ പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഭഗവാൻ ഇവിടെ ഉണ്ട്. ഭഗവാൻ പിന്നെ നേദിക്കാൻ ഇവിടെ അങ്ങനെയൊന്നും പ്രതിഷ്ഠ കൊട്ടും മേളമൊന്നും പാടില്ല ഇവിടെ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വന്ന് തൊഴാൻ പോവാം. സാധാരണക്കാരായ കുറേയധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, പരികർമ്മിയായിട്ടും വിശ്വാസികളായിട്ടും. അതുകൊണ്ട് അവരങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അശ്വത്ഥാമ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ വന്നു പോകുന്നുണ്ട് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലും ഈ യാതനകൾ, ഈ ദുരിതങ്ങൾ കലിയുഗത്തിലുണ്ട്. അത് അശ്വത്ഥാമയുടെ സാന്നിധ്യം ആണ്. മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും കഥാബിംബങ്ങൾക്ക് വ്യാപ്തിയുണ്ട്. അവ നൽകുന്ന മീനിങ് പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന മീനിങ്ങിനെ എടുത്തിട്ടാവും നമ്മൾ തർക്കിക്കുക, വിമർശിക്കുക. പക്ഷേ വിശ്വാസിയായാലും അവിശ്വാസിയായാലും വേദനയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വ്രണത ഹൃദയങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഇതാണ് അശ്വത്ഥാമ എന്ന സാന്നിധ്യം. അത് കലിയുഗത്തിൽ നിറയെ ഉണ്ടല്ലോ. അതിൽ നിന്ന് മോക്ഷമാണ് ഓരോ വ്യക്തികളുടെയും ആഗ്രഹവും ത്വരയും. അതിനാണ് പ്രധാനമായിട്ട് നാം പറയുന്ന ആരാധന ഭക്തിമാർഗങ്ങൾ. ഇനി കഥയിലേക്ക് പോയാൽ, നേരത്തെ പറഞ്ഞു വെച്ചത് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ യുദ്ധദിവസം കഴിഞ്ഞ് വിജയികളായി പ്രഖ്യാപിച്ച പാണ്ഡവ പുത്രന്മാർ ദ്രൗപദി, പിന്നെ സാത്വികി, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. കൗരവപക്ഷത്തും അങ്ങനെ തന്നെയാണ്. കൗരവപക്ഷത്ത് വളരെ കുറവാണ്. ദുര്യോധനൻ
ഇപ്പോൾ മരിക്കാനായി കിടക്കുകയാണ്. അവസാന മൂവരിൽ അശ്വത്ഥാമായുടെ ശിരസിൽ കിരീടം വച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു, നീയാണ് ഇന്നത്തെ സൈന്യാധിപൻ. അവസാന ദിവസം. അങ്ങനെ അവസാന ദിവസം രാത്രിയിൽ യുദ്ധത്തിൽ സന്തോഷം പൂണ്ട പാണ്ഡവ ശിബിരത്തിൽ നിൽക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവരിവിടെ നിന്ന് മാറണം. സാത്വികിയും കൃഷ്ണനും. അങ്ങനെ അവർ ഒരു നദിക്കരയിലേക്ക് പോകുന്നു. പല പേരുകൾ പറയുന്നുണ്ട്. ഗണ്ഡകി ആണ്, അതാണെങ്കിൽ നേപ്പാളിലെ നദിയാണ്. ആ നദിക്കരയിലേക്ക് അവർ പോകുന്നു. പാണ്ഡവ ശിബിരത്തിൽ ഉള്ളത് ദൃഷ്ടദ്യുമ്നൻ എന്ന സൈന്യാധിപനും പാണ്ഡവരുടെ മക്കളും. പാണ്ഡവരുടെ മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാലിയുടെ മക്കൾ, പിന്നെ ശിഖണ്ഡി. ഈ സമയത്ത് രാത്രിയിൽ എല്ലാവരും നിദ്രയിലായിരുന്ന സമയത്ത് അശ്വത്ഥാമായും മറ്റ് 2 കൗരവന്മാരും ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വന്നിട്ട് മറ്റ് 2 കൗരവരോട്, അതായത് കൃപരും കൃതവർമാവും പുറത്തു നിൽക്കാൻ പറയുന്നു. എന്നിട്ട് അശ്വത്ഥാമ അകത്ത് കയറുന്നു. ഇതിനിടയ്ക്കൊരു വലിയ സംഭവം ഉണ്ടായി. വലിയൊരു ഭൂതത്തിൻ്റെ രൂപത്തിൽ നിന്ന ഒരു ശിവസാന്നിധ്യം അവിടെ ഉണ്ടായി ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ മഹാരുദ്രം ജപിച്ചും പഞ്ചാക്ഷരി ജപിച്ചും ശിവനെ പ്രീതിപ്പെടുത്തിയ അശ്വത്ഥാമാവിന് മുന്നിൽ ശിവൻ വഴിമാറിക്കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു വലിയ മഹത്തായ വാളും അശ്വത്ഥാമാവിന് കിട്ടുന്നു. രുദ്രാംശമാണ് ഹനുമാനെ പോലെ അശ്വത്ഥാമാവും. മറ്റ് 2 കൗരവർ ഞാൻ പറഞ്ഞു, ആവർത്തിക്കുന്നു, കൃപരും കൃതവർമാവുമാണ്. പിന്നെ അശ്വത്ഥാമയുണ്ട്. ദുര്യോധനൻ മരിക്കാൻ കിടക്കുകയാണ്. ഇത്രയും പേരേ ഉള്ളൂ കൗരവപക്ഷത്ത്. കൃപരും കൃതവർമാവും പുറത്തു നിന്നു. ആരെങ്കിലും പുറത്തേക്ക് ചാടിയാൽ നിങ്ങൾ നോക്കിക്കൊള്ളണം. അകത്തേക്ക് ഞാൻ കയറുന്നു. അശ്വത്ഥാമ ആദ്യം കട്ടിലിൽ നിന്ന് പിടിച്ച് താഴെ തള്ളിയിട്ടത് സ്വന്തം പിതാവിൻ്റെ ഘാതകനായ ദൃഷ്ടദ്യുമ്നനെയാണ്. ദൃഷ്ടദ്യുമ്നനെ ആയുധം കൊണ്ടല്ല കൊന്നത്, ചവിട്ടിയും താടിച്ചും തറയിലിട്ട് തല്ലിച്ചതച്ച്, അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് കൊന്നത്. അങ്ങനെയുള്ള ഒരു കഥാബിംബത്തിൽ ഏറ്റവും പാതകീയമായി മാറുന്ന അശ്വത്ഥാമ, അതായത് ഉറക്കത്തിൽ യുദ്ധം ചെയ്യുക, രാത്രിയിൽ യുദ്ധം ചെയ്യുക, ശസ്ത്രങ്ങൾ ഇവയില്ലാതെ യുദ്ധം ചെയ്യുക, ഇങ്ങനെയുള്ള വലിയ പാപങ്ങൾ അശ്വത്ഥാമ ചെയ്യുന്നു. അശ്വത്ഥാമയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ന്യായീകരണങ്ങളുണ്ട്. എവിടെയും ചതി കണ്ടു വളർന്നവനാണ് അശ്വത്ഥാമ. ഒടുവിൽ എന്തു ചെയ്തു? ഈ പാഞ്ചാലിയുടെ മക്കളെ മുഴുവൻ കൊന്നു. അതായത് പാണ്ഡവന്മാരുടെ തലമുറയെ കൊന്നു. ഇങ്ങനെ നിന്നപ്പോൾ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടി ഗർഭത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിലേക്കും അസ്ത്രം വിട്ടു. കാരണം അശ്വത്ഥാമായ്ക്ക് ഒരുപാട് ഗൂഢവിദ്യകൾ അറിയാം, അർജുനെ പോലെ തന്നെ. പക്ഷേ അശ്വത്ഥാമായ്ക്ക് പിൻവലിക്കാൻ അറിയില്ല. ഈവൻ പുൽക്കൊടിയിൽ നിന്നുപോലും ബ്രഹ്മശിരസ് എന്ന് പറയുന്ന മഹാസ്ത്രത്തെ ഉണ്ടാക്കാൻ അശ്വത്ഥാമായ്ക്ക് അറിയാം. അങ്ങനെ പാണ്ഡവ മക്കളെ മുഴുവൻ കൊന്നിട്ട് ആ ശിബിരത്തിന് തീയിട്ടു. അവിടേക്ക് കാര്യമറിഞ്ഞെത്തിയ കൃഷ്ണൻ പിന്നെ ഒന്നും നോക്കിയില്ല, അശ്വത്ഥാമായെ ശപിക്കുകയാണ്. കാരണം ഇത്രയും കൊടും ചതിയാണ് നീ ചെയ്തിരിക്കുന്നത്. ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുക, കുട്ടികളെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഹനിക്കുക, ഇത് വലിയ പാതകമാണ്, കൊടും പാപിയാണ് നീ. എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണന് ഇതും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാത്വികിയെയും പാണ്ഡവന്മാരെയും അന്ന് ആ ശിബിരത്തിൽ നിന്ന് മാറ്റിയത്. ഭഗവാൻ എല്ലാം അറിയാം. കാരണം ഈ ശാപങ്ങളെല്ലാം അനുഗ്രഹമാണ് എന്ന് പിന്നെ നമുക്ക് മനസ്സിലാകും. ആരാധനയ്ക്ക് അർഹമായ ചില മാനസികാവസ്ഥയിൽ നിന്ന് മാത്രമേ ഭക്തി ഉണ്ടാവൂ. ആ ഭക്തിയിൽ നിന്നാണ് മോക്ഷം. അതാണ് ഇതിൻ്റെ എസൻസ്. അങ്ങനെ കഥ ദുര്യോധനൻ്റെ അടുത്ത് ചെന്ന് അശ്വത്ഥാമ കാര്യങ്ങളെല്ലാം പറയുന്നു. മറ്റാർക്കും കഴിയാത്തത് നിനക്ക് കഴിഞ്ഞു, സാധിച്ചു, ഇനി നമുക്ക് സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു ദുര്യോധനൻ ഈ ലോകം വിട്ടു പോവുകയാണ്. ഇതാണ് അശ്വത്ഥാമയുടെ കഥ. അങ്ങനെ കൃഷ്ണനാൽ ശപിക്കപ്പെട്ട, നെറ്റിയിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ചൂടാരത്നത്തിൻ്റെ മുറിവ് മുതൽ ശരീരമാസകലം വ്രണവുമായി 3000 ആണ്ട് അലഞ്ഞു നടക്കണം. മനുഷ്യർ നിനക്ക് ഇരിപ്പിടം തരരുത്, മനുഷ്യർ നിന്നെ കൂടെ കൂട്ടില്ല, നിന്നെ ആരാധിക്കില്ല എന്ന് പറഞ്ഞ അശ്വത്ഥാമ ആണ് ഇന്നും നമുക്കിടയിലൂടെ അലഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ആ വ്രണിത ഹൃദയത്തിൽ നിന്നും, വ്രണിതമായ ശരീരത്തിൽ നിന്നും മോക്ഷത്തിനു വേണ്ടി, മോചനത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ഒരു തപസ്ഥലിയാണിത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ
ഇത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കൗരവപക്ഷത്തല്ല, പാണ്ഡവപക്ഷത്തല്ല, ഞാൻ വ്യാസൻ്റെ പക്ഷത്താണ്. വ്യാസന് മഹാഭാരതം എഴുതാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതിതാണ് ഭക്തിമാർഗത്തിലൂടെ മോക്ഷം നേടുക. നമുക്ക് എത്രയെത്ര യാതനകൾ നമുക്കുണ്ടായാലും, എത്രയെത്ര വേദനകൾ ഉണ്ടായാലും അതെല്ലാം ഭഗവാന്റെ കൃപയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പരീക്ഷണമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് മോക്ഷത്തിലേക്കും ശാന്തിയിലേക്കും നമുക്ക് പോകാനുള്ള വഴിയെ കണ്ടു എന്നുള്ള വിശ്വാസത്തിൽ, പരമമായ വിശ്വാസത്തിൽ ഈശ്വരനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള സന്ദേശം. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ധാരാളം പേരെ കണ്ടു. പ്രത്യേകിച്ച് ഈ കുട്ടിയെ കണ്ടു. ഇവൻ ഗ്ലൂമിയായി എൻ്റെ അടുത്ത് നിന്നതാണ്. ഞാൻ സംസാരിച്ചതിലൂടെ അവനും വലിയ സന്തോഷമായി. അടുത്തുള്ളതാണ്. അങ്ങനെ ഈ സ്ഥലത്തോട് യാത്ര പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് കഥ പറയാൻ മാത്രമേ പറ്റിയുള്ളൂ. ഇവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല, ഈ സ്ഥലങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല, ഒന്നുമില്ല. ഇവിടെ പാറയും ആൽമരവും മാത്രമേ ഉള്ളൂ. അതുമാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ വന്നാൽ ധ്യാനിച്ചിരിക്കാം. വളരെ മനസ്സമാധാനം കിട്ടുന്ന ഒരു പുണ്യഭൂമിയാണ് ഇത്. നമ്മുടെ അടുത്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്താണ്. അല്ലെങ്കിൽ തിരുവല്ലം എന്ന് പറയുന്നത് തന്നെ പത്മനാഭസ്വാമിയുടെ ശിരസ്സ് ഉള്ള പ്രദേശമാണ്. വില്ലുമംഗല സ്വാമിക്ക് അങ്ങനെയാണ് ഇത് കിട്ടിയത്, ജ്ഞാനദൃഷ്ടി കിട്ടിയത്. ഇതാണ് ഭീമസേനൻ ചവിട്ടിപ്പതിഞ്ഞ കാല്. ഇത് ഇന്ന് ഇവിടെ തീർത്ഥത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു കിണർ എന്നാണ് ഭക്തരുടെ സങ്കല്പം. അങ്ങനെ പല പല വിശ്വാസങ്ങളുണ്ട്, പറയാൻ പല പല കഥകളുമുണ്ട്. നമ്മളിലെ അശ്വത്ഥമായെ, അല്ലെങ്കിൽ നമ്മളോട് ഈ സമൂഹം കാണിക്കുന്ന അശ്വത്ഥമായ എന്ന സാന്നിധ്യത്തെ ഭക്തി കൊണ്ട് നമുക്ക് കഴുകിക്കളയാം, മുറിവുണക്കാം. നന്മയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ നയിക്കുന്ന മറ്റൊരു യുഗം, കൃതയുഗത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നല്ലാതെ ഈ കഥകളിൽ നിന്നും ഈ പുണ്യഭൂമിയിൽ നിന്നും എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഞാനിവിടെ ഏകാഗ്രമായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു മനസ്സമാധാനമുണ്ട്. ഇനിയും ഇവിടെ വരണമെന്നുള്ള തോന്നലുമുണ്ട്. ഒന്നുകൂടെ പറയാം, ഇത് തിരുവല്ലത്തിനടുത്താണ്. തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രമുണ്ടല്ലോ, അതിനടുത്താണ്. അതിനടുത്ത് പൂങ്കുളം എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ വന്നാൽ അശ്വത്ഥമ ദേവസ്ഥാനം എന്ന് കാണാവുന്നതാണ്. ഇവിടെ വന്നവരൊക്കെയും, കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി, ഇതൊരു തപോഭൂമിയാണ് എന്ന അറിവിലാണ് അവർ നിശബ്ദമായിരിക്കുന്നു. നമ്മളും ഇവിടെ ചുറ്റി നടന്ന് കാണുമ്പോൾ ബഹളം വയ്ക്കരുത്, ശബ്ദിക്കരുത്. ഈ വീഡിയോയിലുടനീളം ഞാൻ പിന്നീടിട്ട വോയിസ് ഓവറാണ്. ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട്, ഈ ഭക്തിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട്, തപസ്സിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമുക്കും ഇവിടെ മൗനികളായിരിക്കാം. നിശബ്ദതയുടെ, ഏകാഗ്രതയുടെ, തപസ്സിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനാകും ഇവിടെ നിന്ന്. ഇവിടേക്ക് ഉള്ള വഴി തിരഞ്ഞ് ഞാൻ വാഹനത്തിൽ ചെന്നെത്തിയത് കുന്നുംപാറ ക്ഷേത്രത്തിലാണ്. അവരുടെ കോമ്പൗണ്ടിലാണ് എൻ്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടേക്ക് പോകണം. അവിടെ ഇന്ന് ഗുരുപൂജയുണ്ട്. അതുകൊണ്ട് തന്നെ അന്നദാനമുണ്ട്. ആശ്രമത്തിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതിഹാസം നൽകിയ മനസ്സമാധാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാം, യാത്ര തുടരാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. സ്നേഹത്തോടെ, സാഫ്രോൺ.